ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഹെബ്രായർ 10:32 പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോട് കഠിനമായി പോരാടി നിന്ന കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുവിൻ. പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം, നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോട് കഠിനമായി പോരാടി പിടിച്ചു നിന്ന കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണം. ഈ വചനത്തിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ പ്രബോധനം സ്വീകരിച്ചതിന് ശേഷം, ഈ പ്രബോധനം സ്വീകരിക്കുന്നതിന് മുമ്പും പിമ്പും ജീവിതത്തിന് AD BC പോലെ വ്യത്യാസമുണ്ടായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് വാടുന്നവരായിരുന്നു, വീഴുന്നവരായിരുന്നു, തളരുന്നവരായിരുന്നു, തകരുന്നവരായിരുന്നു. പക്ഷെ പ്രബോധനം സ്വീകരിച്ചതിന് ശേഷം, വചനം അതിൻ്റെ വെളിപാടുകൾ സ്വീകരിച്ചതിന് ശേഷം ആടിത്തൂങ്ങി നിന്ന് നിങ്ങൾ തൂണുപോലെ ഉറയ്ക്കാൻ തുടങ്ങി. പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളുണ്ടായിരുന്നു, നിങ്ങളുടെ അപ്രോച്ച് മാറി. അന്നും ഇന്നും കഷ്ടപ്പാടുണ്ട്, കെണികളുണ്ട്, ഭാരമുണ്ട്, ചുറ്റുപാടുകളിൽ ഞെക്കിക്കൊല്ലുന്ന പീഡനങ്ങളുണ്ട്. പക്ഷേ വചനം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ വേറെ ലെവലായിരുന്നു. നിങ്ങളത് ഓർക്കണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പറയുന്നത്. പൗലോസ്ലീഹ എന്ന് പരക്കെ പറയുമെങ്കിലും എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പൗലോസാണോ എന്ന് ഉറപ്പില്ല. ആ ലേഖനം പറയുന്നത് ഇതാ: നിങ്ങൾക്ക് വചനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാടുകളോടൊന്ന് പിടിച്ചു നിൽക്കാൻ കഴിയണം. ഇത് നമുക്കെല്ലാവരും ആത്മശോധനയാണ്. നമ്മളെല്ലാം ഒരുപാട് പറയും, വചനം വായിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നു. പക്ഷേ വചനത്തിൻ്റെ വെളിപാടുകൾ ഉള്ളിൽ വന്നാൽ തകരാതെ പിടിച്ചു നിൽക്കാൻ ഒരു ഇടം നമ്മളിലേക്ക് പാരച്ചൂട്ട് പോലെ ഇറങ്ങി വരും. അങ്ങനെ ഒരു ഇടം തരത്തക്ക വിധം പ്രബോധനം സ്വീകരിക്കണം. വെറുതെ വചനം വായിച്ചാൽ പോരാ, പ്രബോധനം ചങ്കിലേക്ക് തെൻകൂട് പോലെ വന്ന് ചേരണം, അതിനിടവരണം. ആമേൻ. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ജീവിതത്തെ ഒന്നുകൂടൊന്ന് കാണാനും അപഗ്രഥിക്കാനും പഠിക്കാനും ഒന്ന് തിരഞ്ഞെടുക്കാൻ, നന്മയും സന്തോഷവും തിരഞ്ഞെടുത്ത് ജയിക്കാനുള്ള അവസരമാണ് സീനിയർ സിറ്റിസൺ ധ്യാനം. ചങ്ങനാശ്ശേരി അതിരൂപത ഒരുക്കുന്ന ഈ മനോഹരമായ ശുശ്രൂഷ ജൂലൈ 19, 20, 21, 22 തീയതികളിലാണ്. വളരെ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ ബുക്ക് ചെയ്ത് കൂടെ ആയിരിക്കുക. ആമേൻ. ആമേൻ ആമേൻ.